നമ്മുടെ സിംഗിൾ പീസിന്റെയും EWC എല്ലാത്തിന്റെ സ്പെയറും കാര്യങ്ങളും അപ്പൊ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് സംസാരിക്കും. ഞാൻ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ കൊടുത്തായിരുന്നു. അപ്പൊ ബാക്കി നേരത്തെ നമസ്കാരം, എന്റെ പേര് അബിൻ. ഞാൻ ബേസിൽ അങ്കമാലിയാണ് എന്റെ വീട്. ഞാൻ പല ഇതിനു മുമ്പ് ജാഗോറിലും സിംബോളോ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ വർക്ക് ചെയ്തിട്ടാണ്. പിന്നെ കുറച്ച് ടെക്നിക്കൽ നിങ്ങളെ പോലെ തന്നെ ചെറിയൊരു ടെക്നിക്കിനോട് വർക്ക് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ പല കമ്പനികൾക്കൊണ്ട് സർവീസ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ മാർക്കറ്റില് ഈ പ്ലംബിംഗ് മെറ്റീരിയലൊപ്പം തന്നെ പോകുന്നതാണ് സാനിറ്ററി മെറ്റീരിയലുകൾ. ഈ സാനിറ്ററി വെയറിൽ ഏറ്റവും നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊന്നാണ് ഇതിന്റെ സർവീസ് എന്നുള്ള പ്രോബ്ലം. അത് ചിലപ്പോൾ ടാപ്പുകളാവാം, അല്ലെങ്കിൽ അതിന്റെ സാനിറ്ററി വെയറിലെ ക്ലോസറ്റിന്റെ കംപ്ലൈന്റുകളാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് പൊതുവെ നിങ്ങൾ എല്ലാ വീടുകളിലും ഇപ്പൊ കൂടുതൽ ആൾക്കാർ സാധാരണ മിഡിൽ എബോവ് ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മിഡിൽ യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും സിംഗിൾ പീസ് യൂസ് ചെയ്യും. ആദ്യമൊക്കെ പഴയ കാലഘട്ടത്തിൽ നമുക്ക് സാധാരണ EWC ക്ലോസറ്റ് ആണ്, എസ്ട്രാപ്പും പീട്രാപ്പും ക്ലോസറ്റ്, PVC പെട്ടാണ് ഈസി ആയിട്ട് കംപ്ലൈന്റ് റെക്ടിഫൈ ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരുന്നു. ഇപ്പൊ ഒരു കംപ്ലൈന്റ് വന്നു ഞാൻ ആദ്യം ചെയ്യും, നിങ്ങൾ പറയാ അത് കമ്പനി വാറന്റി ഉള്ളതാണ്, അപ്പൊ നേരെ കമ്പനിയെ റിപ്പോർട്ട് ചെയ്യാൻ പറയും. ശരിക്കും സിമ്പിൾ ആയിട്ട് കാര്യങ്ങളുള്ളൂ. അത് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ കംപ്ലൈന്റ് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അതിനുള്ള സൊല്യൂഷനും ഇതെങ്ങനെ ചെയ്യാൻ പറ്റും, അത് ഏതൊക്കെ ക്വാളിറ്റിയിലുണ്ട് എന്ന് പറഞ്ഞു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പൊ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ബ്രാൻഡാണ് സറ എന്ന് പറയുന്ന ബ്രാൻഡ്. CP Fittings ഏറ്റവും പോപ്പുലർ ബ്രാൻഡാണ് ജാഗ്വാർ. ഇങ്ങനെ ഒത്തിരി ബ്രാൻഡുകൾ ഉണ്ടോ. ഇതുമായി ബന്ധപ്പെട്ട് സാനിറ്ററിയിൽ ഒത്തിരി ബ്രാൻഡുകളുണ്ട്. CP Fittingsലും സാനിറ്ററിയിലും ബ്രാൻഡുകളുണ്ട്. അപ്പൊ ഒരു കംപ്ലൈന്റ് വരുമ്പോ സാധാരണഗതിയില് ഒരു 1 പീസ് ക്ലോസറ്റ് വാങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇപ്പൊ ആദ്യം വാങ്ങിച്ചുകൊണ്ടിരുന്ന സൈഫോൺ ക്ലോസറ്റ് ആയിരുന്നു. ഇപ്പൊ കൂടുതൽ ആൾക്കാർ വാർഡോം ക്ലോസറ്റ് ആണ് വാങ്ങുന്നത്. ഇതിലൊരു കംപ്ലൈന്റ് മെയിൻ ആയിട്ട് വരുന്നത് നിങ്ങൾ വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ചില ക്ലോസറ്റിൽ സക്കിംഗ് പവർ കുറവായിരിക്കും, വലിയില്ല, മുമ്പത്തെ ക്ലോസറ്റിനേക്കാളും പവർ കുറവാണ്. വീട്ടുകാർ പറയും ഇത് ചിലപ്പോൾ മോശം ക്ലോസറ്റ് ആണ്, അല്ലെങ്കിൽ അതിനുള്ള മോശം പോകുന്നില്ല എന്നുള്ള കംപ്ലൈന്റുകൾ പൊതുവെ കംപ്ലൈന്റ് പറയുന്നത് ആദ്യം കേൾക്കുന്നത് നിങ്ങൾ പ്ലംബറെ അടുത്താണ്. കാരണം പ്ലംബറെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ബ്രാൻഡ് അവരെടുക്കുന്നത്. നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നതാരാ, നമുക്ക് ഇഷ്ടമുള്ള ഡീലറുടെ അടുത്ത് പോയി നമ്മൾ സാധനം വാങ്ങും. ആദ്യം നമ്മുടെ അടുത്താണ് പറയുക. ഒരു കംപ്ലൈന്റ് വന്നാൽ ആദ്യം കംപ്ലൈന്റ് പറയുന്നത് പ്ലംബറുടെ അടുത്താണ്. അപ്പൊ പ്ലംബറുടെ അടുത്ത് എന്താ ചെയ്യുക, പ്ലംബർ എന്താ പറയുക, വാറന്റിയുള്ളതാണെങ്കിൽ നിങ്ങൾ ആദ്യം പറയുന്നത് കമ്പനിയെ റിപ്പോർട്ട് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കുറച്ച് ട്രിക്കുകളുണ്ട്. അത് നിങ്ങൾ പരമാവധി യൂസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ്. നമ്മൾ സാധാരണ സിംഗിൾ പീസ് ക്ലോസറ്റിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇതിനെ പറയുന്നത് സൈഫൺ എന്ന് പറയാം, ചില ആൾക്കാർ ഔട്ട്ലെറ്റ് വാൽവ് എന്നും പറയും. നമുക്ക് പല രീതിയിലുള്ള ക്ലോസറ്റിന്റെ ഫിറ്റിംഗ്സ് കിട്ടും. ഇത് ABS മെറ്റീരിയൽ ABS ഉണ്ട്. അതുപോലെ തന്നെ PP പോളിപ്രോപ്പിലീൻ മെറ്റീരിയൽ ഉണ്ട്. രണ്ട് ക്വാളിറ്റിയിൽ. അത് മാത്രമല്ല ഇതിൽ തീരെ പ്ലാസ്റ്റിക് ടൈപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇമ്പോർട്ടഡ് റെഡിമെയ്ഡ് മെറ്റീരിയൽ കിട്ടും. അത് വെച്ചെടുക്ക പലർക്കും കംപ്ലൈന്റ് വരാറുണ്ട്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും പെട്ടെന്ന് അത് ചിലപ്പോൾ കയ്യിൽ പൊടിഞ്ഞു പോകും. കൈ പിടിക്കുമ്പോൾ ചില ഫിറ്റിങ്സിൽ പൊടിഞ്ഞു പോണ കേസുകളുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഈ ഒരു കംപ്ലൈന്റ് വന്നാൽ, അല്ലെങ്കിൽ കംപ്ലൈന്റ് വരുന്നല്ല, ഇതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് ഈ ഫിറ്റിങ്സിന്. നമ്മൾ സാധാരണ സൈഫും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സാധനം കാണുന്നുണ്ട്, ഇത് ഓവർഫ്ലോ എന്ന് പറയുന്ന ഭാഗം നമ്മൾ കോമൺ കാണും. ഈ ഓവർഫ്ലോ വേറെ പല ഗുണങ്ങളും ചെയ്യും. ഇത് കണ്ടോ, ഇതിന് വെള്ളത്തിന്റെ ഫോഴ്സ് ഹൈറ്റ് കൂട്ടി കഴിഞ്ഞാൽ, ഈ ഫ്ലോട്ടില് ഹൈറ്റ് കൂട്ടി കഴിഞ്ഞാൽ, ഇതിന്റെ ഹൈറ്റ് കൂട്ടി കഴിഞ്ഞാൽ ഈ വെള്ളം മുകളിലേക്ക് നിൽക്കും. ഇതിനുള്ളിൽ കൂടെ ഒന്നും ലീക്ക് വരില്ല. ഇത് കൂട്ടി കഴിഞ്ഞാൽ എത്ര വെയിറ്റ്ലെസ് ആയ ക്ലോസറ്റിന്റെ വേസ്റ്റുകളൊക്കെ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ പറ്റും. ഇതിനൊരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഈ വാഷർ ക്ലീൻ ചെയ്യാം. ചില വാഷർ എത്ര ക്ലീൻ ചെയ്താലും നിൽക്കില്ല, ക്ലീൻ ചെയ്ത് നിൽക്കില്ല. പക്ഷെ അടിയന്തര അവസ്ഥകളിൽ നമുക്കൊരു രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചൂടുവെള്ളത്തിൽ ചൂടാക്കി കഴിഞ്ഞാൽ ഇതൊരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 2 ആഴ്ചക്ക് തട്ടിമുട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ വാഷറായിട്ട് മാറ്റരുത്, നമ്മൾ ഫുൾ സെറ്റായിട്ട് മാറ്റുന്നത് ഏറ്റവും ഉചിതം. നമ്മൾ സാധാരണ ഇതിൽ മുൻകാലങ്ങളിലൊക്കെ ക്ലോസറ്റിലൊക്കെ നല്ല ഫിറ്റിങ്സ് വന്നത്. ഇപ്പോൾ ബ്രാൻഡുകളൊക്കെ കുറച്ച് കോമ്പറ്റീഷൻ പോയി കഴിയുമ്പോൾ ക്വാളിറ്റിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെല്ലാ കമ്പനികളിലും അതിന് റോ മെറ്റീരിയൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ കമ്പനികളൊക്കെ വന്നിരിക്കുന്നത്. കാരണം മാർക്കറ്റിൽ എല്ലാവരും നോക്കുന്ന റേറ്റ് കുറഞ്ഞ ക്ലോസറ്റ് ആണ് എല്ലാവരും വാങ്ങുന്നത്.
അല്ലെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ഉള്ള ക്ലോസറ്റ് ഏതാണോ അത് നമ്മൾ കസ്റ്റമർ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും റേറ്റ് കുറയുമ്പോൾ എന്താ സംഭവിക്കുക, അതിനുള്ള ക്വാളിറ്റിയിൽ കുറച്ച് മാറ്റങ്ങൾ വരും പൊതുവെ. അപ്പോൾ ഇങ്ങനെ ഫിറ്റിങ്സിന്റെ ആവശ്യം വരുമ്പോൾ ആദ്യം ചെയ്യുക നല്ല ഫിറ്റിങ്സ് ഉപയോഗിക്കുക. സെക്കൻഡറി വരുന്ന എൻക്വയറിക്ക് നല്ല ഫിറ്റിങ്സ് ഉപയോഗിക്കുക. നമ്മൾ ഹൈറ്റ് കുറഞ്ഞ ക്ലോസുകൾ ക്യാപ്സുമിൽ, എക്സാമ്പിൾ സെറ എന്ന് പറയുന്നത് നമ്മുടെ ക്യാപ്സുമിൽ പോലുള്ള ക്ലോസുകൾ ഹൈറ്റ് കുറവും, ഹൈറ്റ് കൂടിയത് നമുക്ക് ക്യാപ്ഷൻ ഒന്നും നോക്കുന്നുണ്ട്. ഒരേ കമ്പനിക്ക് ഒരേ പേരാണ്. ഹൈറ്റ് കൂടിയത് ഉപയോഗിക്കാം. ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഇത് ക്ലീൻ മാറ്റാൻ പറ്റും. ഇത് കണ്ടോ, ഇതിന്റെ എൻഡ് വരെ നമുക്ക് സ്ക്രൂ ലൂസാക്കിയിടാം. ഈ സ്ക്രൂ എൻഡ് വരെ ലൂസാക്കിയിട്ടിട്ട് നമുക്കിത് സിമ്പിൾ ആയിട്ട് ഊരിയെടുക്കുന്നത്. അതുപോലെ തിരിച്ചും അത് ഇൻസ്റ്റാൾ ചെയ്ത് ഇതുപോലെ തന്നെ നമ്മളിതുപോലെ ലൂസാക്കിയിട്ടിട്ട് നേരെ സെന്ററിലുള്ള ഹോളിലേക്ക് ഇറക്കി വെക്കാം. പൈ വലിച്ചൊടുക്കുക, ടൈറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് ശ്രദ്ധിക്കുക, ഈ ഒരു ക്ലോസറ്റ് വാങ്ങുമ്പോഴും ഫിറ്റിങ്സ് വാങ്ങുമ്പോൾ ഇതിന് വളരെ പ്രാധാന്യം കൊടുക്കണം. കാരണം ഇത് പലതും സ്റ്റെയിൻ ചെയ്യും, തുരുമ്പെടുക്കും. ഈ തുരുമ്പ് ക്ലോസിന്റെ ഉള്ളിലേക്ക് വീണ് കഴിഞ്ഞാൽ സെറാമിക്കിൽ ഒരു അയന്റെ കണ്ണിൽ ഇറങ്ങി കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു അഴുക്ക് പിടിച്ചോണ്ട് പാടുണ്ടാവും. ഇത് പോവില്ല, വളരെ കഷ്ടമാണ് അത് പോവാനും. ഇനി അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു മാർഗം ഉണ്ട് കേട്ടോ. ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറഞ്ഞ കെമിക്കൽ വാങ്ങാൻ പറ്റും. ആ കെമിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ കറ മാറ്റാം. പക്ഷെ ആ കെമിക്കൽ മാറ്റുമ്പോൾ അതിന്റെ മുകളിൽ കോട്ടിങ് പോയിട്ടാണ് ഈ കറ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നീട് വന്നു കഴിഞ്ഞാൽ കറ ഐസ്ക്രീം പിടിക്കും, പിന്നെ പോകാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഫിറ്റിങ്സ് എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റമറുടെ ഡ്യൂറബിലിറ്റി കൂടുതൽ കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ വെളുപ്പ് കൂടുതലും കാണുന്നത് ഇത് ബ്ലൂ കളർ ഉണ്ടാവും, വൈറ്റ്, ബ്ലൂ, യെല്ലോ, പല കളർ ഉണ്ടാവും. ഇതിൽ ഏറ്റവും കംപ്ലൈന്റ് വരുന്നത് ഈ സ്ക്രോളിൽ വെള്ളം കയറുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് ആണ്. ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് വെള്ളം കയറുന്നില്ല, കംപ്ലൈന്റ് വേസ്റ്റ് പെട്ടെന്ന് വെള്ളം കയറുന്നില്ല, സ്റ്റക്ക വെള്ളം വരുന്നില്ല. ജസ്റ്റ് ഇത് അഴിക്കുക. സാധാരണ സിമ്പിൾ ആയിട്ട് സീഫർ ബൾക്ക് ഊരിയെടുക്കാം. ഊരിയെടുത്ത് ഈ വാഷ് ക്ലീൻ ചെയ്യാനാണ്. സാധാരണ റബ്ബർ വാഷാണ് നമുക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരുന്ന കമ്പനി. റബ്ബർ വാഷ് ഒരു വീർക്കുന്നത് വെറുതെ സാധനം യൂസ് ചെയ്യാൻ പറ്റില്ല. ഒന്നിനും കട്ട് ചെയ്യണം, ബ്ലേഡ് എടുത്ത് കട്ട് ചെയ്യണം, വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും എത്ര നാളെ നിൽക്കുന്നറിയില്ല. സിലിക്കോൺ ടൈപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന് ഡ്യൂറബിലിറ്റി കൂടുതലുണ്ട്, പണി എളുപ്പമാണ്, പെട്ടെന്ന് വെള്ളം ഫില്ലാൻ പറ്റും. പിന്നെ ആവശ്യത്തിന് വെള്ളത്തിന്റെ ലെവൽ ഉയർന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വെള്ളത്തെ അഡ്ജസ്റ്റ് ചെയ്യണം, വെള്ളത്തിന്റെ പവർ കൂട്ടാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ഇത്ര ആവശ്യമില്ലെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യാം, ആവശ്യത്തിന് കട്ട് ചെയ്യാം. ചിലപ്പോൾ ടാങ്കിന്റെ ഹൈറ്റ് കുറവായിരിക്കും, ആവശ്യത്തിന് കട്ട് ചെയ്ത് കളയാം, നമുക്ക് യൂസ് ചെയ്യാം. സിമ്പിൾ ടെക്നോളജിയാണ്. പിന്നെ നമുക്ക് മുൻകാലങ്ങളില് കൂടുതൽ നല്ല ഈ ടൈപ്പ് ഫിറ്റിംഗ്സ് കണ്ടല്ലേ, ഇതിന് ഹൈ പ്രഷർ ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത്. ഇത് കപ്പ് ഫ്ലോട്ട് എന്ന് പറയും, കപ്പ് ടൈപ്പുള്ള കപ്പ് ഫ്ലോട്ട്. ഇതിന് ഹൈ പ്രഷർ. ഇത് നമ്മൾ അപ്പാർട്ട്മെന്റുകൾ, വലിയ അപ്പാർട്ട്മെന്റുകൾ, അതിന് 3000 സ്ക്വയർ ഫീറ്റ് വീടുള്ള വീടുകൾക്കൊക്കെ നല്ല ഹൈ പ്രഷർ ആയിരിക്കും, പമ്പെടുത്ത് വെച്ചിട്ടുണ്ടാവും. അവർക്ക് ഫിറ്റിംഗ്സ് വയ്ക്കും, അല്ലെങ്കിൽ ശരിക്കും പഠിക്കില്ല. ഇതിന് ശരിക്കും ഇത് കിട്ടണമെങ്കിൽ ഇത് തന്നെ വേണം. ഇത് വെച്ച് കഴിഞ്ഞാൽ അത്ര കിട്ടിയെന്നില്ല, പവർ കിട്ടില്ല, ചിലപ്പോൾ വെള്ളം ഭയങ്കര സ്ലോ ആയിരിക്കും. പിന്നെ ഇതിലും അഡ്ജസ്റ്റ് ചെയ്യാം, ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇത് ഇങ്ങനെ ഈസിയായിട്ട് ഞാൻ ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ്. സാധാരണ ഇതിൽ തിരിച്ചു കഴിഞ്ഞ സാധനം അയച്ചാൽ ശ്രദ്ധിക്കുക, നിങ്ങൾ വാങ്ങുന്ന സാധനം കടയിൽ നിന്ന് ഏത് സാധനം വാങ്ങിച്ചാലും ഏത് കമ്പനിയുടെ വാങ്ങിച്ചാലും ഇതിന്റെ സ്ഥലമുണ്ടോ നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ പൈസ നിങ്ങളുടെ കയ്യിൽ പോകും. ഇത് എന്തിന് കംപ്ലൈന്റ് വന്നാൽ ഇത് റെക്ടിഫൈ ചെയ്യാൻ പറ്റണം. ഇത് ഈസിയായിട്ട് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. നേരെ താഴേക്ക് ഇറക്കാം. ഈ സ്ക്രൂ പോലെ ചിലപ്പോൾ മുകളിൽ സ്ക്രൂ ഡ്രൈവറിന്റെ താഴേക്ക് ഇറക്കാം. നമുക്ക് സിമ്പിൾ ആയിട്ട് സ്ക്രൂ ഡ്രൈവറിന്റെ താഴേക്ക് ഇറക്കിയിട്ട് ഇത് അയച്ചെടുക്കാം. ഇതിലാണ് അഴുക്ക് കയറി. ഇതിനെ പറയുന്നത് ഡൈഫ്രം വാഷ് എന്ന് പറയും. ഈ ഡൈഫ്രം വാഷിൽ ചെറിയ അഴുക്ക് പിടിച്ചാൽ ശരിക്കും ക്ലീൻ ചെയ്യണം. ഹെൽത്ത് വാഷ് ശരിക്കും ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ ഉണങ്ങിയ തുണി കൊണ്ട് ക്ലീൻ ചെയ്യാം. ശരിക്കും ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഈ സാധനം വർക്കിംഗ് ആവില്ല. അത് ഏത് കമ്പനിയുടെ ആയാലും. പിന്നെ ലോക്കൽ സാധനങ്ങൾ കഴിക്കാൻ പോലും പറ്റില്ല. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനം, ഈ പീസ് ബലമില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനം കഴിക്കാൻ പോലും പറ്റില്ല. അപ്പൊ ഇത് പിന്നെ കുറച്ച് വെള്ളം അഴുക്ക് കളയാം. ഹെൽത്ത് വാഷ് ഇതിലെ വെള്ളം, ആൻഡ്രോപ്പിന്റെ വെള്ളം കുറച്ച് കളഞ്ഞു കഴിഞ്ഞാൽ എന്തോ അഴുക്കുണ്ടെങ്കിൽ തള്ളിക്കൊള്ളൂ. നേരെ സാധാരണ ഊരെടുത്തതിന് ശേഷം നിങ്ങളത് കയറ്റണം, ലോക്കിലേക്ക് തിരിച്ച് കയറ്റണം. ഇതാണ് വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കുന്നത് ഇതിനാട്ടോ.
വെള്ളത്തിന്റെ അളവ് നമുക്ക് ഇതിൽ ക്രമീകരിക്കാം. ഇത് ABS ആണ് മെറ്റീരിയൽ. ഇതിന് തന്നെ PP മെറ്റീരിയൽ ഉണ്ട്. ABS ആകുമ്പോൾ ഡ്യൂറബിലിറ്റി കൂടുതൽ കിട്ടുമെന്നുള്ളതാണ് എന്റെ അഡ്വാൻറ്റേജ്. PP ആകുമ്പോൾ ജസ്റ്റ് അതിന്റെ ഡ്യൂറബിലിറ്റി കുറവായിരിക്കും. തീരെ പ്ലാസ്റ്റിക് വരുമ്പോൾ അതിനനുസരിച്ച് പറയും. കാരണം തേയ്മാനം വരും. ഈ വെള്ളത്തിന് കുറച്ച് കഴിയുമ്പോൾ വെള്ളം ഒരു പ്രത്യേക ആസിഡിറ്റി കൂടുന്നുണ്ട്. നമ്മുടെ മുകളിൽ ഒരു വെള്ളത്തിന്റെ ഒരു പാട് പോലെ ഉണ്ട് കുറെ നാളെ. ഈ സാധനം ഇതിന്റെ പാടുകൊണ്ട് ഈ സാധനത്തെ ദ്രവിച്ചു പോകുന്ന കേസുകളുണ്ട് പല വീടുകളിലും. ഇതൊക്കെ ചില വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ട് ഈ സാധനം പൊടിഞ്ഞു പോകും. വെള്ളത്തിന്റെ പ്രശ്നമുണ്ട് കുറെ നാളെ. കാരണം ഇതിന്റെ എയർ സർക്കുലേഷൻ പുറത്തേക്ക് വരാത്തതുകൊണ്ട് ഈ സാധനം സ്റ്റക്കായി ഇത് പൊടിഞ്ഞു പോകുന്ന കേസുകളുണ്ട്. ക്ലോസിന്റെ അടിയിൽ വെക്കുന്ന ഗ്യാസ്കറ്റ് ഇതെല്ലാവരും വെക്കാറുണ്ടോ? ക്ലോസിന്റെ അടിയിൽ വെക്കാറുണ്ട്. സൈഫോഡ് ക്ലോസിന് മാഷ്ടോൺ ക്ലോസിന് ഇത് തന്നെയാണ് വെക്കാറ്. എല്ലാത്തിനും തന്നെ വെക്കാറ്. ഓക്കെ, നമ്മൾ ക്ലോസിന് ഫിറ്റ് ചെയ്യുമ്പോൾ ഇതിനുള്ള ബാക്ക് സ്ക്രൂ ഉണ്ട്. കണ്ടില്ലേ? ഈ സ്ക്രൂ ലെങ്ത് കൂടിയ സ്ക്രൂകൾ വാങ്ങി ഉപയോഗിക്കുക. അപ്പൊ നിങ്ങൾക്ക് പണി എളുപ്പമാണ്. അല്ലെങ്കിൽ ചെറിയ സ്ക്രൂകളാണെങ്കിൽ മിക്ക ക്ലോസിനാകുമ്പോൾ ചെറിയ സ്ക്രൂ ആയിരിക്കും വരുന്നത്. അപ്പൊ സ്ക്രൂ കയറൂലത്. അപ്പൊ ലെങ്ത് കൂടിയ സ്ക്രൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പണി നിങ്ങൾക്ക് എളുപ്പമാണ്. ശരിക്കും അതിന്റെ കയറ്റിടാൻ പറ്റും, ടൈറ്റ് ചെയ്യാൻ പറ്റും, എളുപ്പമായിട്ട് പണി ഫിനിഷ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ റബ്ബർ ഉപയോഗിക്കാറുണ്ട്. ഇത് വാർഡോ ഗ്ലൗസിന്റെ ഏറ്റവും ബെറ്റർ ഇതാട്ടോ നിങ്ങൾക്ക്. കാരണം ചിലപ്പോൾ ഒറ്റയ്ക്ക് ഒരാൾ പ്ലംബർ പണിയുമ്പോൾ സൈഫോൺ ക്ലോസിന്റെ പണിയുമ്പോൾ ഇത് ചിലപ്പോൾ കറക്റ്റായിട്ട് ഇരുന്നില്ല. ചിലപ്പോൾ അളവ് തെറ്റാം, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാം. ഈ ഒരു സാധനം അങ്ങനെ ബുദ്ധിമുട്ട് വരുന്നില്ല. ഇതൊരു സൈഡിലേക്ക് ഒരു ചെറിയൊരു വ്യത്യാസം കുഞ്ഞു പോയി കഴിഞ്ഞാൽ ഉള്ളിൽ കൂടെ സ്മെല്ല് വരും. പല വീട്ടിലും ബാത്റൂമിൽ സ്മെല്ല് വരുന്ന വിഷയമുണ്ടാവും. തുറപ്പുണ്ടാവില്ല. ഒരു 4-5 മാസം കഴിയുമ്പോഴേക്കും ഇതിനുള്ളിലേക്ക് സ്മെല്ല് സ്പ്രെഡ് ആവാൻ തുടങ്ങും. അപ്പൊ ഇത് കറക്റ്റ് വെക്കാൻ വാട്ടർ ക്ലോസറ്റിലോ ഇത് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ പരമാവധി ഇതിനെ ഉപയോഗിക്കാം. പണി തന്നെയാണ് കറക്റ്റ് സ്റ്റക്കായിട്ട് കറക്റ്റായിട്ട് ഇരുന്നോളൂ. ഇത് പണിയാറുണ്ട് അല്ലേ? എല്ലാ സിക്യൂർ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പഴയ സിക്യൂർ അടിയിൽ നിന്ന് ടൈറ്റ് ചെയ്യണം. പിന്നെ രണ്ടാമത് ചെല്ലുമ്പോൾ എന്താ പറ്റാ കൈ ഇതിന് കയറില്ല, നമുക്ക് ടൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാ. അപ്പൊ ഇതുപോലെ ടോപ്പ് ഫിക്സിംഗ് ഇഞ്ചസ് ഉപയോഗിക്കണം. റബ്ബർ ഫിക്സിംഗ് ഉള്ള ടോപ്പിന് ഫിക്സിംഗ് ഇഞ്ച് ഉപയോഗിക്കണം. ഇതിന്റെ നല്ല ക്വാളിറ്റി ഉപയോഗിക്കാൻ നോക്കാം. എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടിരിക്കും ഈ സാധനം ബ്രോക്കൺ ആവും. പിന്നെ ഇത് തുരുമ്പെടുക്കാൻ പാടില്ല. ഇതിനൊരു മുകളിൽ സ്റ്റീൽ കോട്ടിങ് ഒരു പ്ലേറ്റ് വെക്കുന്നുണ്ട്. ഇത് തുരുമ്പെടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലൊരു സ്റ്റെയിൻ വരും. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നല്ല സ്റ്റീലുള്ള പ്ലേറ്റ് ഉപയോഗിക്കാൻ നോക്കാം. അപ്പൊ ഡ്യൂറബിലിറ്റി കൂടുതൽ കിട്ടും. അതാണ് ഇതിന്റെ ഏറ്റവും അഡ്വാൻറ്റേജ്. നിങ്ങൾ ടോപ്പ് ഫിക്സിംഗ് ഉള്ള സീക്കർ ഉപയോഗിക്കുക. ഈ സീക്കർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് പണി എളുപ്പമായിരിക്കണം. പ്രാവശ്യം ചെയ്തു, രണ്ടാമത്തെ പ്രാവശ്യം ഒരു കംപ്ലൈന്റ് ഒന്നും ഷേക്ക് ചെയ്തു, സാധനം ഷേക്ക് ചെയ്യാണ്, നിങ്ങളുടെ കൈ എത്തൂല അതിനുള്ളിൽ. അപ്പൊ പരമാവധി മുകളിൽ നിന്നുള്ള ഫിക്സിംഗ് ഉള്ള സ്റ്റോ മോഡലുള്ള സീ കവറുകൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ നിങ്ങളുടെ കവറുണ്ടാവും. കുഞ്ഞു കുഞ്ഞു ആയുധങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലെപ്പോഴും ഈ ഒരു അഭ്യാസത്തിനൊക്കെ നല്ല കാര്യമായിരിക്കും. 1-2 പീസ് ഒരു സെറ്റിങ് കൈ പിടിക്കാം. ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കഷ്ടപ്പെടും. കൈയൊക്കെ ഉള്ളിലേക്ക് എത്താൻ ആ സമയത്ത് എത്തൂല നിങ്ങളുടെ. അപ്പൊ ഇത് ഉപയോഗിക്കാൻ നോക്കാം. ഇതിന്റെ തന്നെ അടിയിൽ ഫിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടിയിൽ തെറ്റിയാൽ പണി എളുപ്പമാണ്. ഇത് മുകളിൽ ഫിക്സ് ചെയ്യുന്നത് എപ്പോഴും സീറ്റ് കവർ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എല്ലാ മോഡലും സീറ്റ് കവർ ഉണ്ട്. എല്ലാ ക്ലോസിലും സീറ്റ് കവർ ഉണ്ട്. നമ്മൾ സെക്കൻഡ് ഇപ്പൊ ഒരു വീട്ടിൽ ചെന്ന് ഒരു 2-3 വർഷം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ പലരും സീറ്റ് കവറൊക്കെ മഞ്ഞ കറയുണ്ടാവും. അല്ലെങ്കിൽ അതിന്റെ ബ്രോക്കണായി ഉണ്ടാവും. മഞ്ഞ കറ എന്താണ് ഉണ്ടാവണമെന്ന് അറിയും. കൂടുതലും കെമിക്കൽ റിയാക്ഷൻ കൊണ്ടാണ് ഒരു പരിധി വരാവും. ചില സ്ഥലങ്ങളിൽ അറ്റ്മോസ്ഫിയറിൽ അന്തരീക്ഷത്തിന്റെ ഇഷ്യൂകൾ വരാറുണ്ട്. ചില വീട്ടിൽ ഈ ബ്ലാക്ക് കുത്തുകളൊക്കെ വരാം. ചില ഏരിയ പാടത്തിന്റെ ഏരിയയിലൊക്കെ അങ്ങനെ ഇഷ്യൂസ് വരാറുണ്ട്. അപ്പൊ ആ ഏരിയയില് പിന്നെ കെമിക്കൽ റിയാക്ഷൻ നമ്മൾ പല ആൾക്കാരും പറയാം, പല ആൾക്കാരും പല കെമിക്കൽ ഹാർപ്പിക്ക് മാത്രമല്ല, ഒരാൾ സ്ഥിരം കണ്ടിന്യൂസ് ഹാർപ്പിക്കലും ഉപയോഗിക്കണമെന്നില്ല. പല കെമിക്കൽ ഉപയോഗിക്കാം. ഇത് ഡൈലൂട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറയാം. ഒരു പ്രാവശ്യം ഉപയോഗിച്ചു പിന്നീട് ഉപയോഗിക്കുന്നതിന് പവർ കൂടുതലാണ്. വീട്ടിൽ വൈൻ കെട്ടി വെക്കണമെന്നാണ്. ഒരു പ്രാവശ്യം എടുത്ത് വെച്ചു പിന്നെ ഉപയോഗിക്കുമ്പോൾ അതിന് പവർ കൂടുതലാണ്. അപ്പൊ അതിൽ വെള്ളം ഡൈലൂട്ട് ചെയ്ത് ഉപയോഗിക്കും. നമ്മുടെ ടിവിയിലൊക്കെ കാണിക്കുന്ന സെറാമിക്കിൽ ഉപയോഗിക്കുന്ന പല ആൾക്കാർ സെറാമിക്കിൽ മാത്രമല്ല മോസിന്റെ സീറ്റ് കവറിനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, പലരും പറയണം സാർ സീറ്റ് കവർ ഉപയോഗിക്കുമ്പോൾ നല്ല കെമിക്കൽ റിയാക്ഷൻ ഐറ്റംസ് ക്ലോസിൽ ഉപയോഗിക്കണം. കാരണം അതിന്റെ ബാറ്ററി ചാവാൻ പാടില്ല. സീറ്റ് കവർ കളയാനാണെങ്കിൽ നമ്മൾ ഷാമ്പു വെച്ചിട്ട് കപ്പിൽ പതിപ്പിക്കാം, നേരെ ഒഴിക്കാം, ക്ലീൻ ചെയ്യാം. ഈസി ആയിട്ട് തന്നെ നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് പിന്നെ ഏതൊരു വീട്ടിലും സീറ്റ് കവർ കംപ്ലൈന്റ് ഉണ്ട്, അങ്ങനെ കംപ്ലൈന്റ് പൊട്ടിപ്പോയി, ഏതൊരു കമ്പനി ഏത് കളേഴ്സ് ആയിക്കോട്ടെ നമുക്ക് എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾ സൂപ്പറിലേക്ക് വരാം, എല്ലാം നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഓർഡർ അല്ലെങ്കിൽ അപ്പം തന്നെ സാധനം കിട്ടും. അല്ലെങ്കിൽ നമുക്കത് വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ നമുക്ക് മെറ്റീരിയൽ ഇവിടെ കിട്ടും.
അപ്പൊ അതിന്റെ ഓരോ മോഡലും സാധാരണ അടിയിൽ ഫിക്സ് ചെയ്യുന്നുണ്ട്, മുകളിൽ ഫിക്സ് ചെയ്യുന്നുണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ മോഡലുണ്ട്. മുകളില് ഈ പിടിപ്പിക്കുന്ന നല്ല എലഗന്റ് ഭംഗിയായിട്ടുള്ള സീറ്റേഴ്സ് ഉണ്ട്. ഇതിങ്ങനെ ഇതിൽ ഫിക്സ് ചെയ്യുമ്പോൾ എല്ലാ വീടുകൾക്കും കാണാൻ നല്ല ഭംഗിയാണ്. ഈ സാധനം ഫിക്സ് ചെയ്യുന്നത് ഇതിലാണ് ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. എല്ലാ വീട്ടിലും കാണാൻ നല്ല ഭംഗിയുള്ളത് ഇതുപോലെ ഫിക്സ് ചെയ്യാനാണ്. പക്ഷെ എല്ലാവരും പറയുന്നത് കുറച്ച് റേറ്റ് കുറഞ്ഞ സാധനം മതി എന്ന് പറയും. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ കുറെ ആൾക്ക് മതി. ഇത് യൂസ് ചെയ്യാനും ഇത് എന്താണ്, കാരണം ക്യുക്ക് റിലീസിംഗ് ആണ്. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ സീറ്റ് കവർ 1 പ്രസ് തന്നെ ഇത് ഊരിയെടുത്ത് ക്ലീൻ ചെയ്യാം. ആ ഇരിക്കുന്ന സൈഡ് ക്ലീൻ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് വളരെ ഗുണമായിരിക്കും. നിങ്ങൾക്ക് നല്ല കസ്റ്റമറിന് ഗുണമായിരിക്കും. ഡുവൽ ഫ്രഷ് ഇതറിയാലോ, ഡുവല് അറിയല്ലേ? ചില അപ്പച്ചമാരും അമ്മച്ചമാരും, പ്രായമുള്ള അപ്പച്ചമാരും അമ്മച്ചമാരും ഇത് ഞെക്കുമ്പോ പറയും ഫ്ലഷ് അടിച്ചിട്ട് പോകുന്നില്ല, ഒറ്റ എങ്ങനെ വിട്ട് കളയും. ഈ രണ്ടും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫേ വർക്ക് ചെയ്യുള്ളൂ. ഈ ഫ്ലഷില് രണ്ട് ഇങ്ങനെ ഒറ്റ ഞെക്ക് വെക്കും. അപ്പൊ പറയും പോകുന്നില്ല എന്നൊരു കംപ്ലൈന്റ് വരും. നിങ്ങൾ പറയണം അപ്പച്ച അമ്മച്ചേ ഇതിൽ വലിയ ബട്ടൺ വലുത് ചെറുതുണ്ട്, ഇതിലേതെങ്കിലും ഒന്ന് പ്രസ് ചെയ്താൽ മതി. യൂറ് പാസ് ചെയ്യാനായിട്ട് ഹാഫും മോശം പോകാനായിട്ട് ബിക്കും. രണ്ടും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫേ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ രണ്ടാമത് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്ത് ചുമ്മാ കാരണം സാധാരണ ഈ വേസ്റ്റ് കാരണം കറങ്ങിക്കൊണ്ടിരിക്കും, വേസ്റ്റ് പോയില്ല. അപ്പോൾ പിന്നെ ആ വീട്ടിൽ വെള്ളം കൂടുന്നെങ്കിൽ പരമാവധി വെള്ളത്തിനോട് കൂട്ടിയിട്ട് കൊടുക്കാം. അതാണ് ഏറ്റവും നല്ല ഉപയോഗം. അപ്പൊ നമ്മൾ വെള്ളം കസ്റ്റമറിന് നിങ്ങൾ ഈ സൈഡിൽ സ്വിച്ച് ഒക്കെ കണ്ടുണ്ടാവും. ഇത് ചില ആൾക്കാർക്ക് ഒറ്റ ലൈനിലേക്ക് പ്രഷർ മതി, രണ്ടും കൂടി ഒരുമിച്ച് വേണം. എല്ലാ കമ്പനി ചെയ്യുന്നത് വാട്ടർ സേവിങ് എന്നുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. ചില ആൾക്കാർക്ക് ഏതെങ്കിലും ലൈനിലേക്ക് മാത്രം മതി. ഇത് മുകളിലേക്ക് എടുത്തു പോകാൻ ഒരു ലൈനിലേക്ക് അതിന്റെ പവർ കൂട്ടിക്കൊണ്ടിരിക്കും. അത് ചില പ്രായമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ കൂട്ടിയിട്ട് കൊടുക്കാം. പക്ഷെ നമ്മുടെ നാട്ടുകാർ നമ്മുടെ വീടുകളിലെല്ലാം വാട്ടർ സേവിങ് എന്നുള്ള പർപ്പസിൽ ഈ ഒരു ടൈമിംഗ് ആണ് ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് കമ്പനിയിൽ വരുന്നത് കേട്ടോ. ഇതിന്റെ ഹൈറ്റ് കൂടിയതിന്റെ ഹൈറ്റ് കുറവുണ്ട്. പിന്നെ ഇതിന്റെ അടിയിൽ ത്രെഡുള്ള ടൈപ്പുകളുണ്ട്. ഇതിനടിയിൽ ത്രെഡ് ടൈപ്പുകളുണ്ട് കേട്ടോ. അത് 2 പീസ് ക്ലോസിന് ഉപയോഗിക്കുന്ന ത്രെഡ് ടൈപ്പ് നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ ഹൈറ്റ് കൂടിയതുണ്ട്, ഹൈറ്റ് കുറവുണ്ട്. ഇതിൽ മാത്രം വ്യത്യാസം വരുന്നുള്ളൂ. PP ഇതാണ് പോളിപ്രോപ്പിലീൻ മെറ്റീരിയൽ. ഇതും നമുക്ക് കുറച്ച് റേറ്റ് വൈസ് കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് അല്പം കുറവാണ്, ഡ്യൂറബിലിറ്റി കൂടുന്ന മോഡലാണ്. ഒത്തിരി കമ്പനികൾ മാർക്കറ്റിൽ വരുന്നുണ്ട്. അതിനൊക്കെ എല്ലാത്തിനും സൂട്ടബിളാണ്. കോമൺ മോഡലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. റോയൽ വൺ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. റോയൽ വൺ ഈ ബ്രാൻഡാണ് ഇന്ന് ഏറ്റവും ടെക്നീഷ്യന്മാർ യൂസ് ചെയ്യുന്നത്. നമ്മുടെ മാർക്കറ്റിൽ പോകുന്ന ടെക്നീഷ്യന്മാർക്ക് ഏറ്റവും ഇൻട്രസ്റ്റും അവർക്ക് ഏറ്റവും എളുപ്പം പണി. കാരണം അവർ ടെക്നീഷ്യന്മാരായത് ആരായാലും നല്ല പൈസയ്ക്കാണ് ഇത് ബിസിനസ് ചെയ്യുള്ളൂ. പക്ഷെ ഏറ്റവും എളുപ്പപ്പണി, ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് പണി തീർക്കാൻ പറ്റുന്ന പണി ഈ ഫിറ്റിങ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഫിറ്റിങ്സ് ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ സപ്പോർട്ട് വേണമെങ്കിൽ ഒന്ന് കടകളിൽ ബന്ധപ്പെടാം. എന്തെങ്കിലും പ്രൊഡക്റ്റ് വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാ പ്രൊഡക്റ്റ് സാനിറ്ററി ഐറ്റംസ് സ്പെയറും സീറ്റ് കവേഴ്സും എല്ലാം ഏത് ടൈപ്പ് സാധാ സീറ്റ് കവറിന്റെ കളേഴ്സ് ആയാലും സോഫ്റ്റ് ക്ലോസും സീറ്റ് കവർ. നമ്മൾ സീറ്റ് കവർ പയ്യ അടയ്ക്കുമ്പോൾ കസ്റ്റമറോട് പറയണം. ചില കസ്റ്റമേഴ്സ് പയ്യ അടയുമ്പോൾ ഒറ്റ വെടിഞ്ഞേക്കും ടടടടന്നടി പെട്ടെന്ന് അടയ്ക്കുമ്പോൾ കുഴപ്പമില്ല. ഇതിൻ്റെ ഉള്ള കാറ്ററേജ് ഉണ്ട്. ഈ കാറ്ററേജ് ടേൺ ചെയ്യുമ്പോൾ ഇതിനുള്ള ത്രെഡ് പെട്ടെന്ന് വെട്ടാൻ നോക്കും. അതുപോലെ തന്നെ ഇതിനുള്ളിൽ ജെല്ലാണ്. ഈ ജെല്ല് സ്റ്റക്കാവും. സ്റ്റക്കാവുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഒരെണ്ണം സ്റ്റക്കാവാൻ തുടങ്ങുമെങ്കിൽ മറ്റൊരു തേയ്മാനം കൂടി ഉണ്ട്. ചിലപ്പോൾ ഒരേപോലെ ആയിരിക്കില്ല. അപ്പോൾ പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്യും. അപ്പോൾ ചില സിൽക്കർ സോക്കോസും വർക്ക് ചെയ്യാതെ നേരെ താഴേക്ക് വീഴും, ചില ലോക്ക് പൊട്ടി താഴേക്ക് വീഴും. ഇതിന് പണിയാൻ പോയി കഴിഞ്ഞാൽ തലവേദന കൂടുതലാണ്. കാരണം ഇതിന്റെ ചില കമ്പനികളുടെ വ്യത്യാസമുണ്ട്. എല്ലാം ഒരേപോലെ ആയിരിക്കില്ല. മാറ്റുമ്പോൾ രണ്ട് മാറ്റങ്ങൾ. ഒരെണ്ണത്തിന് ജെല്ല് വ്യത്യാസം ഉണ്ടാവും, മറ്റൊരു ജെല്ല് വ്യത്യാസം. ഓരോ കമ്പനി ഇടുന്ന കാറ്ററിന്റെ ജെല്ല് വ്യത്യാസം അളവ് 18 മുതൽ 22 വരെയുള്ള ML വ്യത്യാസമാണ്. അപ്പോൾ ഡിപ്പെൻസ് ഓരോ കമ്പനി. നമ്മൾ ഇത് ഏറ്റവും കൂടുതൽ ഈ സെറാമിക് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ക്ലോസറ്റ് ഉണ്ടാക്കുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ വന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്തിനെ പറയുന്നത് സിറ്റി ഓഫ് ദ സെറാമിക്സ് എന്ന് പറയുന്നത്. മോർബി എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ സാനിറ്ററി വെയർ ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ സാനിറ്ററി വെയർ മാത്രമല്ല PVC സിസ്റ്റം ഐറ്റംസ് ഒക്കെ ഒരുപാട് കമ്പനികളുണ്ട്. ഇപ്പൊ PVC ഐറ്റംസ് കൂടുതൽ നമ്മുടെ ഇന്ത്യൻ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ സുലഭമാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി ഐറ്റംസ് റോ മെറ്റീരിയൽ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം നമുക്ക് റോ മെറ്റീരിയൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എല്ലാ ഗ്രേഡും അതിന്റെ കൊറിയൻ റോ മെറ്റീരിയൽ ആയാലും നമ്മുടെ റിലയൻസ് റോ മെറ്റീരിയൽ ആയാലും സൗദി റോ മെറ്റീരിയൽ ഒക്കെ ഇപ്പൊ ആവശ്യത്തിന് നമുക്ക് ഇവിടെ കേരളത്തിൽ കിട്ടാൻ തുടങ്ങി. വലിയ കുഴപ്പമില്ലാത്ത വ്യവസായം വലിയ കുഴപ്പമില്ലാത്തതിന് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ഇതുപോലുള്ള പൈപ്പ് ഐറ്റംസ് ഒക്കെ ഇന്ന് സുലഭമായിട്ട് നമുക്കിവിടെ
കേരളത്തിൽ കിട്ടുന്നത്. ആദ്യമൊക്കെ നമുക്ക് സുപ്രീം പോലത്തെ നല്ല ബിഗ് ബ്രാൻഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ നല്ല ബ്രാൻഡുകൾ, സയൻസ് സ്റ്റാർ പോലത്തെ നല്ല ബ്രാൻഡുകൾ ഇന്ന് മാർക്കറ്റിൽ കിട്ടാനുണ്ട്. ഒത്തിരി വെറൈറ്റീസും ഉണ്ട്. ഇതിന്റെ എനിക്ക് എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇവർക്കും മറ്റേ ഇതുണ്ട്, സ്മെല്ല് വരാതിരിക്കാനുള്ള ഒരു ഹോൾഡറും ഇവർക്ക് ഉണ്ടെന്നാണ് എന്റെ അറിവ്. അതൊക്കെ സൈഫോൺ നമ്മൾ സൈഫോൺ കോസ്റ്റ് വയ്ക്കുമ്പോൾ ഏറ്റവും പുറകിൽ നമ്മൾ എയർ പൈപ്പ് വെക്കാറുണ്ട്. തൊട്ട് പുറകിൽ എയർ പൈപ്പ് വെക്കണം. നമ്മൾ പരമാവധി എയർ പൈപ്പ് വെക്കണം. എയർ പൈപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്ക് അതിന് സ്മെല്ല് വരാനും സാധ്യതയുണ്ട്, സക്കിംഗ് പവർ കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ 1.5 മീറ്ററിനുള്ളിൽ ക്ലോസിറ്റ് വെച്ചിട്ട് 1.5 മീറ്ററിനുള്ളിൽ തന്നെ ഈ ഒരു സംഭവം ഇടാൻ നോക്കുക. പല ആൾക്കാരും ചിലപ്പോൾ ഇടാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സൈഫോൺ ക്ലോസിറ്റ് വാങ്ങണ്ട, നിങ്ങൾ വാഷ്റൂം ക്ലോസിറ്റിലേക്ക് മാറിപ്പോ, ഒരു കുഴപ്പമില്ല. ഈ എല്ലാ ക്ലോസിറ്റുകൾക്കും അത് സക്കിംഗ് പവർ കിട്ടിയെന്ന് വരില്ല. അപ്പൊ നിങ്ങൾ ആ കട ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കുക. സൈഫോൺ ക്ലോസിറ്റ് ഇടാൻ പറ്റുമോ, വാഷ്റൂം ക്ലോസിറ്റ് ഇടാൻ പറ്റുമോ, എന്നിട്ട് മാത്രം നിങ്ങൾ പർച്ചേസിന് കസ്റ്റമറിന് അങ്ങോട്ട് പറഞ്ഞോണ്ടായി എത്ര സൈസ് എന്ന് പറഞ്ഞോടാ എഴുതി കൊടുക്കുക. കസ്റ്റമർ സെലക്ഷൻ ചെയ്യാനുള്ള ഇത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെയാണ് പണി വരാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്കൊരു ബീം പോകുന്നുണ്ടെന്നിരിക്കട്ടെ, ക്ലോസിറ്റ് വെച്ചു ഒരു ബീം പോകുന്നുണ്ട്, ഇതിന്റെ അളവ് വ്യത്യാസമാണ്. നമ്മുടെ രണ്ട് സൊല്യൂഷൻ ഉണ്ട്. പി ട്രാപ്പിനെ എസ് ട്രാപ്പ് ആക്കാൻ പറ്റുന്ന ഫിറ്റിങ്സ് നമ്മളുണ്ട്. പി ട്രാപ്പിനെ എസ് ട്രാപ്പ് ആക്കാം, ഫ്ലെക്സിബിൾ ആണ്, ഏത് ലൈനിലേക്ക് നമുക്ക് മാറ്റും. ആ ഒരു സംഭവം നിങ്ങൾ ഹോൾസെൽ കട്ടർ എടുത്തത് ഇതുമായിട്ട് പണിയാൻ നിൽക്കണ്ട. ഹോൾസെൽ കട്ടർ അതിന്റെ ടൈമിംഗ് കളയണ്ട. അതിനുള്ള ഫിറ്റിങ്സ് ഒന്നുമില്ല. വിത്ത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മോഡലാണ്. സിലിക്കോൺ ആണ് അതിന്റെ എൻഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ മോഡൽ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ സൈഫോൺ ക്ലോസിറ്റ് ക്ലോസിറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അളവ് തെറ്റാറുണ്ടോ? നിങ്ങൾ വാങ്ങുന്ന 9, 8 പല അളവിലും ചോദിക്കാറില്ലേ? 9 ഇഞ്ച് വാങ്ങുമ്പോൾ ഇടാൻ കറക്റ്റ് കിട്ടുന്നുണ്ടോ? നിങ്ങളുടെ കുഴപ്പമുണ്ടല്ലോ. പലപ്പോഴും ടൈൽ ഒട്ടിച്ച് കഴിയുമ്പോൾ ലെവലാവില്ല. പലരെ ചിലപ്പോൾ താഴത്തെ അളവ് വേറെ, മുകളിൽ താഴെ വെച്ചാൽ ഇത് വെച്ച് കഴിയുമ്പോൾ ക്ലോസിറ്റ് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ആദ്യം കംപ്ലൈന്റ് എന്താ പറയാ, നേരെ കടയിൽ പറയും. കാരണം നിങ്ങൾ വന്നത് 9 ഇഞ്ചാണ്, പക്ഷെ ഈ 9 ഇഞ്ചിൽ കയറുന്നില്ല. നിങ്ങൾ സ്ട്രഗിളിങ് ആവും. കാരണം ഞാൻ 9 ഇഞ്ച് അളന്ന് കൊടുത്താണ്, ഈ അളവ് നോക്കുമ്പോൾ 9 ഇഞ്ച്, പക്ഷെ വെക്കുമ്പോഴേക്കും ടാങ്കിന്റെ വ്യത്യാസം വരാം. ക്ലോസിന്റെ ബാക്കിലെ ടാങ്കിന്റെ വ്യത്യാസം സംഭവിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? പാൻ കണക്ടർ ഉപയോഗിക്കും അല്ലേ? WC പാൻ കണക്ടർ എന്ന് പറയുന്നത്. അതായത് പല കമ്പനിയുടെ പല രീതിയിലും ഉപയോഗിക്കുന്നത്. നമ്മൾ പരമാവധി ഈ പ്ലാസ്റ്റിക് ടൈപ്പ് ഉപയോഗിച്ച് കുറഞ്ഞ റേഞ്ചിന്റെ സാധനം ഉപയോഗിക്കുന്നത്. മറ്റേ നമുക്ക് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ ഐറ്റംസ് തേയ്മാനം കൂടുതലായിരിക്കും, ഡ്രിപ്പ് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അതിന് വെയിറ്റ്, ഇപ്പോഴത്തെ പ്രോസസ്സിൽ വെയിറ്റ് കൂടുതലാണ്. പല പ്രോസസ് നല്ല വെയിറ്റ് ആ പ്രോസസ് വരുന്നത്. അപ്പൊ ഈ സാധനം ബെൽജിയന് സ്മെല്ല് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ പ്ലാസ്റ്റിക് ടൈപ്പ് ഉപയോഗിക്കാം. അതിന് വെയിറ്റ് കാണാൻ മറ്റേ ഫ്ലെക്സിബിൾ ആകുമ്പോൾ എങ്ങോട്ട് കിടന്നിട്ട് വെയിറ്റ് ചിലത് കറക്റ്റ് ആയില്ലെങ്കിൽ സാധനം കുറച്ചായില്ലെങ്കിൽ ഇപ്പൊ അറിയില്ല. ആദ്യം വലിയ കുഴപ്പമില്ല. ആളുടെ വെയിറ്റ് കൊണ്ട് വന്ന് ഒരു 3 ഇയർ കഴിയുമ്പോഴേക്കും ഇതിനുള്ളിൽ സ്മെല്ല് വരാൻ പറ്റും, ബാത്റൂമിൽ സ്മെല്ല് വരാൻ പറ്റും. ചില ക്ലോസിന്റെ ഉള്ളിൽ ക്രാക്ക് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ കൂടെ പെട്ടെന്ന് സ്മെല്ല് വരും. അപ്പൊ നമുക്ക് എസ്ട്രാപ്പ് ആക്കാനുള്ള പി ട്രാപ്പ് എസ്ട്രാപ്പ് ആക്കാനുള്ള ഫ്ലെക്സിബിൾ കണക്ടറും നമുക്ക് ആക്കണം. പിന്നെ കൺസീൽ ടാങ്കിന്റെ പൈപ്പ് ആരെങ്കിലും കൂടുതൽ കട്ട് ചെയ്ത് പോകണമെങ്കിൽ ബ്ലാക്ക് പൈപ്പ് ഇല്ലേ, സ്റ്റേറ്റ് പൈപ്പ്, അങ്ങനെ കട്ട് ചെയ്ത് പോകണമെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നമ്മൾ ഉണ്ട്. ആ പൈപ്പ് നമ്മൾ അതിനു വേണ്ടി വേറെ പൈപ്പ് ഉരുക്കി വലുതാക്കി എടുത്ത് ഒത്തി കയറ്റി വേറെ കൺഫ്യൂഷൻ പെടാവുന്നുണ്ട. ആ പൈപ്പ് നമ്മുടെ ആവില്ല. കൺസീൽ ടാങ്കിന്റെ ഏറ്റവും എസ്ട്രാപ്പ് ആയാലും നേരെ സ്റ്റേറ്റ് പൈപ്പ് ഞാൻ തരുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും സൊല്യൂഷൻ ഉണ്ട്. കൺസീൽ ടാങ്കിന്റെ മിക്ക കമ്പനികളുടെയും ഫ്ലോട്ട് വാൽവ് നമുക്ക് അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഡൈഫ്രം വാഷും അവൈലബിൾ ആണ്. ഇതിനുവേണ്ടി എല്ലാം നിങ്ങൾ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ ആദ്യം നിങ്ങൾ ജസ്റ്റ് സൂപ്പറായിട്ട് ബന്ധപ്പെടാം. ഇതുണ്ടോ എന്ന് ജസ്റ്റ് ചോദിക്കാം. ചിലപ്പോൾ കമ്പനികൾ വാറന്റി ഉള്ളതാണെങ്കിൽ പരമാവധി നിങ്ങൾ വാറന്റിയിൽ ഉപയോഗിക്കാൻ നോക്കുക. വാറന്റി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം സൂപ്പറിലെ, കാരണം പല കസ്റ്റമറും വലിയ കടകളിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. തുടക്കം ചിലപ്പോൾ നിങ്ങളെ പോലും പറയില്ല. നേരെ കസ്റ്റമർ നേരെ വലിയ കടയിൽ പോകും. എനിക്ക് ജാഗൂർ മതി, അല്ലെങ്കിൽ ഇങ്ങനെ നല്ല ബ്രാൻഡുകൾ വാങ്ങിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ രണ്ടാമത് കംപ്ലൈന്റ് വരുമ്പോൾ നിങ്ങൾ ഓടി വരുന്നത് പണിയെടുത്ത നമ്മുടെ അടുത്തേക്ക് തന്നെ വരുള്ളൂ. ഞാനും സൂപ്പറിന്റെ ഡീലറുമായിട്ട് നല്ലൊരു ബന്ധം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കും ആ നല്ല ഡീൽ ചെയ്ത് നമുക്ക് സ്പെയറുമായി ബന്ധപ്പെട്ട് ഏറ്റവും സ്പെയറിന്റെ കാര്യങ്ങൾ ഔട്ട്ലെറ്റും ഇൻലെറ്റും സീറ്റ് കവേഴ്സ് ഏത് ടൈപ്പ് ഓഫ് സീറ്റ് കവർ ആയാലും നമ്മൾ ജസ്റ്റ് അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചേക്കാം. നിങ്ങൾ ഇതിനോട് സൂപ്പറിലേക്ക് ഓടി വരണമെന്നില്ല. ജസ്റ്റ് ഫോട്ടോ എടുത്തുണ്ടോ ഇല്ലേ, എന്ത് റേറ്റ് വരും ചോദിക്കാം, സ്റ്റോക്ക് ഉണ്ടോ ഇല്ലേ, ഇല്ലെങ്കിൽ നമുക്ക് 2 ദിവസം വരും. അപ്പൊ കസ്റ്റമറുടെ അപ്പം റേറ്റ് പറയാം. ചിലപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള എന്തെങ്കിലും പ്രോഫിറ്റോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അത് കൂട്ടി പറഞ്ഞ് നിങ്ങൾക്ക് ആ മാർക്കറ്റ് പിടിക്കാം. കാരണം ഇതിനു വേണ്ടി പോസ്റ്റ് മാറ്റുന്ന ആവശ്യമില്ല. പല ആൾക്കാരും സീറ്റ് കവർ കിട്ടാത്ത പോസ്റ്റ് മാറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ അങ്ങനെ പണിയാൻ ചെല്ലേണ്ട ഒരു വർഷം നടത്തുന്ന വീടാണെങ്കിൽ പോലും നിങ്ങൾ ചെല്ലേണ്ട സീറ്റ് കവർ മാറ്റേണ്ട വരും. അവിടെയൊക്കെ 90% സീറ്റ് കവർ മാറ്റണം. കാരണം അവിടെ എങ്ങനെ ഒരു സ്ക്രാച്ച് വീണുണ്ടോ
അല്ലെങ്കിൽ പൊട്ടിപ്പോണം മഞ്ഞ കറവണുണ്ടാവും, ആ ഒരു സീറ്റ് കവർ മാറ്റിയ ആ ഇരിക്കുന്ന ക്ലോസറ്റ് നല്ല വെണ്ണയായിരിക്കും. പുതിയ ക്ലോസറ്റ് വെച്ചാൽ മതി, ആ സീറ്റ് കവർ മാത്രം മാറ്റിയാൽ മതി, വേറെ ഒന്നും മാറ്റണ്ട, നല്ല അടിപൊളിയായിട്ടിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ സീറ്റ് കവർ ആയാലും നിങ്ങൾ മനസ്സിലാക്കാം, സീറ്റ് കവർ നമ്മുടെ ഉണ്ട്, എല്ലാം കൂടെ നമുക്കുണ്ട്, അതിന്റെ ഫിറ്റിംഗ്സ് ആയാലും നമുക്കുണ്ട്. പിന്നെ ടാപ്പുകളുടെ സ്പിൻഡിൽസും അത്യാവശ്യം ബ്രാൻഡഡ് എന്ന് ഉദ്ദേശിച്ചത് ജാഗ്വാർ മാത്രമാണ് ഇപ്പൊ മെയിൻ. പിന്നെ കുറച്ച് ലോക്കൽ ബ്രാൻഡ്സുകളും ഉണ്ട്, അത് മാത്രമേ നമ്മുടെ ഉള്ളത്. അത് കഴിഞ്ഞുള്ളത് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് തരാൻ പറ്റും. ബാക്കി നമുക്ക് എഗൻസ്റ്റ് ഓർഡർ എടുത്ത് നമുക്ക് തരാൻ പറ്റുന്നതാണ് ഞാൻ കമ്പനിപ്പേര് തരാം. അപ്പൊ CP ഫിറ്റിംഗ്സിന്റെ ഐറ്റംസ് ഇതില് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, എനിക്കറിയാം, എന്നെക്കാളും കാരണമായ ആൾക്കാരാണ്. ഞാൻ ഇതുപോലെ നിങ്ങളെ പോലെ ഒരാളുടെ അടുത്ത് ഞാൻ കുറച്ചാൾ പണിക്ക് പോയിട്ട് പഠിച്ച പണി മാത്രമേ ഉള്ളൂ. ഞാനും അങ്ങനെ കുറച്ച് വിവരങ്ങൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ. പിന്നെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ഒരു അറിവ് എനിക്കുണ്ട്.